ഹായ്, നമസ്കാരം. ബിജു ദേവരാജാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സ്നേഹത്തോടെ നമ്മുടെ പുഷ്പ ടു ദ റൂൾ എന്ന് പറയുന്ന എന്ന ചിത്രത്തിന്റെ ഒരു റിവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഫഹദ് ഫാസിലിനെ കുറിച്ചാണ്. ഫഹദിനെ കുറിച്ച് ആ ഒരു റിവ്യൂവിൽ ഞാൻ ഒന്നും പറയാതിരുന്നത് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. ഫഹദ് ഫാസിലിനെ കുറിച്ച് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഫഹദ് എത്രത്തോളം എന്താ പറയണ്ടേ, ഫഹദിനെ ആ സിനിമയിൽ എത്രത്തോളം അപമാനിച്ചു വിട്ടു എന്നുള്ളൊരു സാധനം ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഫഹദ് ഫാസിലിന്റെ പ്രശ്നമല്ല. ഫഹദ് വളരെ എന്താ പറയണ്ടേ, തനിക്ക് തന്നിരിക്കുന്ന റോള് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ രീതിയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പുഷ്പ 1 ഫഹദിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് വളരെ മികച്ച ഒരു മേക്ക് ഓവറിലും അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലും വളരെ മികച്ച രീതിയിലായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ പുഷ്പ 2 നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഫഹദിന്റെ റൂളിംഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ പേര് പോലും പുഷ്പ ദ റൂൾ എന്നാണ്. അത് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പോലും ഉണ്ട്. ഫഹദ് ആണ് ഇനി നെക്സ്റ്റ് അതിന്റെ റൂളിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ സിനിമയിൽ ഫഹദിനെ ഇട്ട് അപമാനിച്ച് നാണം കെടുത്തി വിട്ട പോലെ എനിക്ക് തോന്നി. വളരെ നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരവസരത്തിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ വീഴുന്ന ഫഹദിനെ അല്ലു അർജുൻ മൂത്രം കുടിപ്പിച്ച രീതിയിൽ പോലും ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോളിവുഡ് റേഞ്ചിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ അഭിനയത്തിന്റെ അങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ രീതികൾ അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ ഏത് റോള് നമ്മൾ ചെയ്യുന്നു ആ റോള് പോലെ അഭിനയിക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇത് കുറച്ച് കടന്ന കൈയല്ലേ എന്ന് തോന്നുന്നു. കാരണം അത്തരം സിറ്റുവേഷന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ എന്തൊക്കെയോ രീതിയിൽ അത് ചെയ്യാമായിരുന്നു. അതൊരിക്കലും നമ്മൾ സുകുമാരനെ പോലുള്ള ഒരു ഡയറക്ടറെ പഠിപ്പിക്കുന്നതല്ല. പക്ഷെ എന്ത് തന്നെയായാലും നമ്മളിപ്പം ലൂസിഫറിൽ വിവേക് ഒബ്റോയൊക്കെ നമ്മുടെ സിനിമയിൽ വന്നിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന്റെ മലയാള ഭാഷാ ചിത്രത്തിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിവേക് ഒബ്റോയി എന്ന് പറയുന്ന നടനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ കുറക്കുന്ന രീതിയിലേക്ക് ആ സിനിമയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നത്. അതിനകത്ത് വിവേക് ഒബ്റോയി മരണപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൊല്ലുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ കഥാപരമായിട്ടുള്ള സന്ദർഭം മാത്രമാണ് അതിനകത്തൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് എന്തുകൊണ്ട് മനഃപൂർവ്വം കഴിഞ്ഞ സിനിമയിൽ തന്നെ എനിക്ക് തോന്നി ഫഹദിന്റെ തുണി ഒരിയുന്ന ഒരു ഘട്ടം വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവിടെ നിർത്താമായിരുന്നു. കാരണം ഇതിനെ പിന്നെയും ഇതേ രീതിയിലേക്ക് തന്നെ ആവർത്തിക്കപ്പെടുന്നു പറയുമ്പോൾ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? എപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു സീൻ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫഹദിനോട് ഇത്ര വിരോധം തോന്നിയിട്ടുണ്ടായിരുന്നു? ഫഹദിനത് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലാണോ അത് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെപ്പോലെ ഫഹദിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഫഹദിനെ എനിക്ക് തോന്നുന്നു ഞാൻ 1-2 പ്രാവശ്യം നേരിട്ട് സംസാരിച്ച ഒരാളാണ്. അപ്പൊ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന, ഫഹദിന്റെ സിനിമകളൊക്കെ കാണുന്ന, നമ്മൾ ഓരോ സിനിമ വരുമ്പോഴും വെയിറ്റ് ചെയ്ത് കാണുന്ന നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് അത് സഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. ഇത്രത്തോളം റേഞ്ചുള്ള ഒരു നടനെ ഒന്നും അല്ലാതാക്കി, ആ സിനിമയിൽ ഒരു മുഖ്യ വില്ലൻ പോലും അല്ലാതാക്കി എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ റിവ്യൂവിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഈ ഒരു റിവ്യൂ കാണുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം കാണുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് കുറച്ച് ഈ രീതിയിലുള്ള സ്പോയിലർ ടോക്ക് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ. പുഷ്പ 2 എന്ന സിനിമ ഫഹദിനെ എങ്ങനെ അപമാനിക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഫഹദിന് എന്താണ് സംഭവിക്കുന്നത് ലാസ്റ്റ്, അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊന്നും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു വില്ലന്റെ വെടികൊണ്ട് മരിച്ചാൽ പോലും ബുദ്ധിമുട്ടില്ലായിരുന്നു. വെറുതെ ഇത്രയും വലിയൊരു ബൻവീർ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന വൻ പേരിലൊക്കെ അറിയപ്പെടുന്ന IPS ഉദ്യോഗസ്ഥന് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇയാളൊരു വില്ലൻ എന്നുള്ള രീതിയിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. ശരിക്കും ഈ സിനിമയുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രകാരം വില്ലൻ എന്ന് പറയാൻ പാടില്ല. കാരണം നേരിന്റെ ഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പോലീസിംഗ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന നമ്മുടെ ഫഹദ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഫഹദിനെ അത്രത്തോളം താഴേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുപോലെ കഴിഞ്ഞ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ BGM കുറിച്ച്. BGM ശരിക്കും ദേവി ശ്രീ പ്രസാദാണ് അതിന്റെ BGM ചെയ്തിരിക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ശ്രദ്ധിക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു പേര്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. ദേവി സി പ്രസാദാണ് ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ BGM ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഞാൻ ഇതിനകത്ത് പറയാൻ വന്നൊരു വിഷയം ഇത് തന്നെയാണ്. നമ്മുടെ ഫഹദിനെ എങ്ങനെ ഇതിനകത്ത് അപമാനിച്ചു വിട്ടു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ സിനിമ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും വെറുതെ കുറേ സംഭവങ്ങൾ, കുറേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിഭവസമൃദ്ധമായ സദ്യ, അതിന് ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ ആണെങ്കിലും ഇതിന് ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള കുറേ സിറ്റുവേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില സിറ്റുവേഷൻ്റെ ഇമോഷൻസ് കീപ്പ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോവുക. ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു ആ സിനിമയുടെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണ്ട് ഒരു തരത്തിലും ഇങ്ങനെ താഴത്തില്ല എന്ന് പറയുമ്പോൾ മറ്റേ കോക്ക് പറഞ്ഞ പോലെ പൊങ്ങത്തില്ലട എന്ന് പറയേണ്ടിയിരിക്കുന്നത് തന്നെയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞത്. താഴത്തില്ലടാ, എന്ത് താഴത്തില്ല. അതുപോലെ തന്നെ ശ്രീവല്ലി, നമ്മുടെ രശ്മിക മന്ദാനിയും നമ്മുടെ അല്ലു അർജുനും തമ്മിലുള്ള കോമ്പിനേഷൻ ഷോട്ടുകളൊക്കെ വളരെ വൃത്തികേടായിട്ടാണ് തോന്നിയത്. കാരണം ഒരു ഭംഗിയുമില്ലാതെ, അതിൻ്റെ പ്രണയത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകളോ ഒന്നും ഇല്ലാതെ വെറുതെ വൾഗറായിട്ട് കുറേ ടോക്ക്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കത് ആ ഒരു സിറ്റുവേഷൻ മേക്ക് ചെയ്തതായിട്ട് തോന്നിയത്. വെറുതെ അനാവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ ഈ പറയുന്ന ശ്രീവല്ലി എന്ന് പറയുന്ന കഥാപാത്രം രശ്മിക സംസാരിച്ചുകൊണ്ടിരിക്കുക, അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പല ഘട്ടങ്ങളിലും അതന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അതിൻ്റെയൊക്കെ ആവശ്യമില്ലായിരുന്നു. ഇതിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ്, ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇതിനകത്ത്. ആ പുഷ്പ 1ന്റെ ഒരു നിലവാരം ഇതിനകത്ത് വന്നിട്ടേ ഇല്ല. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും മികച്ച ബഡ്ജറ്റ് സിനിമയാണ്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവരുടെയൊക്കെ നിലവാരം കാരണം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ സിനിമക്ക്. നല്ലാതെ എടുത്തു പറയാനുള്ള കഥാപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷണൽ സീക്വൻസ് എങ്ങനെ മേക്ക് ചെയ്തു എന്നതിനെ കുറിച്ചൊന്നും ഒന്നും പറയാം. കുറച്ച് സീനൊക്കെ കൊള്ളാം. കാരണം ഇപ്പോൾ ഈ മന്ത്രി എന്ന് പറയുന്ന ആളുടെ ഒന്നിച്ച് ശ്രീവല്ലിക്ക് ഫോട്ടോ എടുക്കണം, ഈ ഫോട്ടോക്ക് വേണ്ടിയിട്ട് മന്ത്രി തന്നെ മാറ്റുന്നു ഒക്കെ പറയുന്ന ചില കൺസെപ്റ്റുകളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആ സിനിമ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, നിലനിർത്താൻ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് സിനിമയുടെ മൊത്തത്തിൽ പറഞ്ഞാലും. എന്തു തന്നെയായാലും ഫഹദിനെ അപമാനിച്ച ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കാണുന്നവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ